നമസ്കാരം. ഉച്ചവാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. ശബരിമല സ്വർണ്ണ കവർച്ചയിൽ വ്യാപ്തിയേറുന്നു. ശബരിമലയിൽ പ്രഭാമണ്ഡലത്തിലെ സ്വർണവും കൊള്ളയടിച്ചെന്ന് SIT റിപ്പോർട്ട്. കൊള്ളയടിച്ചത് 7 പാളികളിലെ സ്വർണം, കട്ടിളപ്പാളികൾക്ക് മുകളിലുള്ള ശിവവ്യാളി രൂപങ്ങളിലെ സ്വർണവും കവർന്നതായി SIT കോടതിയിൽ. ശബരിമല സ്വർണ്ണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P. ശശി ഇടപെടുന്നുവെന്ന് UDF കൺവീനർ അടൂർ പ്രകാശ്. തന്നെ ചോദ്യം ചെയ്യാൻ SIT വിളിപ്പിച്ചിട്ടില്ല എന്നും ചോദ്യം ചെയ്യാൻ വിളിച്ചാൽ ഹാജരാകുമെന്നും അടൂർ പ്രകാശ്. ചാനലിലൂടെ മാത്രമാണ് അടൂർ പ്രകാശിനെ SIT വിളിച്ചിട്ടുണ്ട് എന്ന് എനിക്കറിയാൻ കഴിഞ്ഞത്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഉത്തരവാദികളായവരെ സംരക്ഷിക്കുന്ന നിലപാട് പാർട്ടി എടുക്കില്ല എന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. സജീവമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴെല്ലാം SITയെ പൂർണ്ണമായിട്ട് പിന്തുണച്ചവരാണ് UDF ഉൾപ്പെടെയുള്ള പ്രതിപക്ഷം. കാരണം ഹൈക്കോടതിയുടെ നിർദ്ദേശാനുസരണമാണ് അവർ തന്നെയാണ് SIT രൂപീകരിച്ചത്. അല്ലാതെ ഹൈക്കോടതി നിർദ്ദേശിച്ച് ഗവൺമെൻറ് രൂപീകരിച്ചതല്ല. സംസ്ഥാന സർക്കാരിന്റെ നവകേരള റെസ്പോൺസ് പരിപാടിക്ക് തുടക്കമായി. 10 വർഷത്തെ ഭരണനേട്ടം ജനങ്ങളിലേക്ക് എത്തിക്കുക ലക്ഷ്യം. ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങുവാനുള്ള സർക്കാർ തീരുമാനം ജനുവരി 20-ന് നിയമസഭാ സമ്മേളനം തുടങ്ങാനിരിക്കെ. പുതുവർഷപ്പിറവി വിലയിരുത്തലിനും പരിവർത്തനത്തിനുമുള്ള സമയമാകണമെന്ന് സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവി. പരിണാമമാണ് പ്രകൃതിയുടെ നിയമമെന്നും ജീവിതപാതയിൽ മുന്നോട്ടു പോകണമെങ്കിൽ ജീർണതകളെ ഉപേക്ഷിക്കണമെന്നും അമ്മയുടെ പുതുവത്സര സന്ദേശം. ലോകവും ശാന്തിയും സന്തോഷം കളിയാടുന്ന ഒരു പുതുവർഷം. നമ്മൾ നമ്മളുടെ ലക്ഷ്യത്തിൽ കുറെ കൂടെ അടുക്കുന്ന സാർത്ഥകമായ പുതുവർഷം 2026 സാക്ഷാത്കരിക്കാൻ നമുക്ക് കഴിയട്ടെ. അനുകൃപ മക്കളെല്ലാം അനുഗ്രഹിക്കട്ടെ. സേവ് ബോക്സ് ബിഡിംഗ് ആപ്പ് നിക്ഷേപ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കമ്പനിയിൽ നിന്നും നടൻ ജയസൂര്യയ്ക്ക് 1 കോടിയോളം രൂപ കിട്ടിയെന്ന് ED. ജയസൂര്യ ED വീണ്ടും ചോദ്യം ചെയ്യും. ജനുവരി 7-ന് ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന നിർദ്ദേശം. ആലപ്പുഴ ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയിലെ ഡയാലിസിസ് മരണത്തിൽ റിപ്പോർട്ട് തേടിയ ആരോഗ്യമന്ത്രി. മരണം അണുബാധയെ തുടർന്നെന്ന ആക്ഷേപവുമായി കുടുംബം. പുതുവർഷപ്പിറവി വിലയിരുത്തലിനും പരിവർത്തനത്തിനുമുള്ള സമയമാകണമെന്ന് സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവി. പരിണാമമാണ് പ്രകൃതിയുടെ നിയമമെന്നും പുതുവത്സര സന്ദേശത്തിൽ അമ്മ പറഞ്ഞു. ജീവിതപാതയിൽ മുന്നോട്ടു പോകണമെങ്കിൽ ജീർണതകളെ ഉപേക്ഷിക്കണം. അപ്പോൾ നമ്മുടെ ജീവിതത്തിലും യഥാർത്ഥ വസന്തം കടന്നു വരുമെന്നും അമ്മ പറഞ്ഞു. നമ്മൾ മറ്റൊരു പുതുവർഷത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുകയാണ്. കിഴക്ക് സൂര്യൻ ഉദിക്കുമ്പോൾ പ്രകൃതിയിലാകെ സന്തോഷം അലയടിക്കുമല്ലോ. പക്ഷികളും മൃഗങ്ങളും വൃക്ഷങ്ങളെല്ലാം ആ സന്തോഷത്തിൽ പങ്കുചേരും. അതുപോലത്തെ ഒരവസരമാണ് പുതുവർഷ പറഞ്ഞത്. ആഹ്ലാദത്തിൻ്റെയും ആഘോഷത്തിൻ്റെയും ആവേശത്തിൻ്റെയും നിമിഷങ്ങൾ. സന്തോഷം എന്നത് നമ്മുടെ എല്ലാ അവകാശമാണ്. സന്തോഷിക്കുന്നതിലും ആഘോഷിക്കുന്നതിലും യാതൊരു തെറ്റുമില്ല. മാത്രമല്ല നമ്മുടെ സുപ്രതീക്ഷയും ആത്മവിശ്വാസത്തെയാണ് സൂചിപ്പിക്കുന്നത്. എന്നാൽ സംസ്കാരപൂർണമായ ആഘോഷമാണ് വേണ്ടത്. ആഘോഷത്തോടൊപ്പം അവബോധവും നമുക്ക് ആവശ്യമാണ്. പുതുവർഷപ്പിറവി വിലയിരുത്തുന്നതിനും പരിവർത്തനത്തിനുമുള്ള സമയമാകണം. അപ്പോഴേ അത് നന്മയിലേക്ക് നയിക്കുകയുള്ളൂ. പരിണാമമാണ് പ്രകൃതിയുടെ നിയമം. വസന്തം, ഗ്രീഷ്മം, വർഷം, ശരത്, ഹേമന്തം, ശിശിരം ഋതുക്കൾ ഓരോന്നായി കടന്നു വരുന്നു. ഓരോന്നായി കടന്നു പോവുകയും ചെയ്യുന്നു. ശിശിരം വരുമ്പോൾ വൃക്ഷങ്ങൾ ഇലകൾ പൊഴിച്ചു കളയും. കാരണം അത് പൂർണ്ണകാലത്ത് നിന്നുള്ള ജീർണതകളാണ്. വസന്തം വരുന്നതോടെ പുതിയ നാമ്പുകൾ വളരും. പ്രകൃതി സസ്യശ്യാമളമാകും. എങ്ങും പൂക്കൾ വിരിയും. ഏവർക്കും ഉല്ലാസവും ആനന്ദവും പകരും. അതുപോലെ ജീവിതപാതയിൽ ജൈവപൂർവ്വം മുന്നോട്ട് പോകണമെങ്കിൽ നമ്മളിലെ ജീർണതകളെ നമ്മൾ ഉപേക്ഷിക്കണം. അപ്പോൾ നമ്മുടെ ജീവിതത്തിലും യഥാർത്ഥ വസന്തം കടന്നു വരും. ബാഹ്യമായ പരിവർത്തനത്തിനോടൊപ്പം ആന്തരികമായ പരിവർത്തനം കൂടി ജീവിതത്തിൽ സംഭവിക്കണം. ആ ആന്തരികമായ പരിവർത്തനമില്ലെങ്കിൽ പുതുവർഷപ്പിറവി അക്കങ്ങളുടെയും അക്ഷരങ്ങളുടെയും മാറ്റം മാത്രമായി. അത് കഴമ്പില്ലാത്ത കുറെ ആഘോഷം മാത്രമാകും. കലണ്ടറിൽ പുതുവർഷം ആരംഭിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലും പുതുമയെ ഉദ്ധരിക്കണം.
ലോകവും ശാന്തിയും സന്തോഷം കളിയാടുന്ന ഒരു പുതുവർഷം. നമ്മൾ നമ്മളുടെ ലക്ഷ്യത്തിലേക്ക് കുറെ കൂടെ അടുക്കുന്ന സാർത്ഥകമായ പുതുവർഷം 2026 സാക്ഷാത്കരിക്കാൻ നമുക്ക് കഴിയട്ടെ. അനുകൃപ മക്കളെ എല്ലാം അനുഗ്രഹിക്കട്ടെ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഭരണവിരുദ്ധത ഉണ്ടായിട്ടുണ്ടെന്ന CPIയുടെ മുന്നറിയിപ്പും തോൽവിക്ക് കാരണമെന്ന നിലയിൽ വെള്ളാപ്പള്ളിക്കെതിരായ ബിനോയ് വിശ്വത്തിന്റെ പരസ്യ വിമർശനവും CPMൽ ചർച്ചയാകുന്നു. ജനുവരി ആദ്യവാരം ചേരുന്ന ഇടതുമുന്നണി യോഗത്തിൽ CPI കടുത്ത നിലപാട് സ്വീകരിച്ചേക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്തിയ CPM ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടില്ല എന്ന് ആവർത്തിക്കുമ്പോൾ CPI ആകട്ടെ ജനങ്ങൾ സർക്കാരിൽ നിന്നും മുന്നണിയിൽ നിന്നും അകന്നുവെന്ന് ചൂണ്ടിക്കാട്ടുകയാണ്. സർക്കാരിന്റെ വികസന നേട്ടങ്ങളും ജനക്ഷേമ പദ്ധതികളും ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞില്ല എന്നതും CPMന്റെ ന്യൂനപക്ഷ സമീപനവും കനത്ത തിരിച്ചടിയായി എന്ന് തന്നെയാണ് CPI തുറന്നടിക്കുന്നത്. ഭരണവിരുദ്ധത ഉണ്ടായി എന്നും അത് തുറന്നു പറയാൻ CPIക്ക് ഒരു മടിയും ഇല്ല എന്നും സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം മാധ്യമങ്ങളോട് വ്യക്തമാക്കുമ്പോൾ അത് വിരൽ ചൂണ്ടുന്നത് CPMന് നേരെയാണ്. അതോടൊപ്പം വെള്ളാപ്പള്ളി നടേശന്റെ വിവാദ പ്രസ്താവനകൾ ഒരു ഘട്ടത്തിൽ പോലും തിരുത്താൻ മുഖ്യമന്ത്രിയടക്കം CPM നേതാക്കൾ ശ്രമിച്ചില്ല എന്നതും വീഴ്ചയായി എന്ന് CPI വിമർശിക്കുന്നു. വെള്ളാപ്പള്ളിയല്ല LDF എന്നും വെള്ളാപ്പള്ളിയാകരുത് LDF എന്നും CPMന് താക്കീത് നൽകുകയാണ് CPI. വെള്ളാപ്പള്ളിയെ ചാരി CPMനുള്ള മറുപടിയാണ് ബിനോയ് വിശ്വം കഴിഞ്ഞ ദിവസം വാർത്താസമ്മേളനത്തിൽ തുറന്നടിച്ചതെന്ന് നേതാക്കൾക്ക് കൃത്യമായ ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ വെള്ളാപ്പള്ളി CPI പരസ്യപ്പോരിൽ CPM അതൃപ്തിയിലുമാണ്. വെള്ളാപ്പള്ളിയെ CPI തള്ളിപ്പറയുമ്പോൾ CPM എന്ത് നിലപാട് സ്വീകരിക്കുമെന്നതും ജനുവരി ആദ്യവാരം ചേരുന്ന ഇടതുമുന്നണി യോഗത്തിൽ പ്രധാനമാണ്. CPI ചതിയൻ ചന്തു ആണെന്ന് വെള്ളാപ്പള്ളി നടേശൻ അതിരൂക്ഷമായി വിമർശിച്ചിട്ടും CPM നേതൃത്വം മൗനത്തിലാണ്. മുന്നണി യോഗത്തിൽ കടുത്ത നിലപാട് തന്നെ CPI സ്വീകരിക്കുമെന്നാണ് സൂചന. അമൃത ന്യൂസ്, തിരുവനന്തപുരം. സേവ് ബോക്സ് ബിഡിംഗ് ആപ്പ് നിക്ഷേപ തട്ടിപ്പുമായി ബന്ധപ്പെട്ട നടൻ ജയസൂര്യയെ ED വീണ്ടും ചോദ്യം ചെയ്യും. ജനുവരി 7-ന് ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാണ് നിർദ്ദേശം. കേസിലെ മുഖ്യപ്രതി സ്വാതിക് റഹ്മാന്റെ കമ്പനിയിൽ നിന്ന് നടൻ ജയസൂര്യയ്ക്ക് 1 കോടിയോളം രൂപ കിട്ടിയെന്നാണ് ED കണ്ടെത്തൽ. ബ്രാൻഡ് അംബാസഡർക്കുള്ള പ്രതിഫലമാണെന്നാണ് ജയസൂര്യയുടെ പ്രാഥമിക മൊഴി. ജയസൂര്യയുടെയും ഭാര്യയുടെയും അക്കൗണ്ടിലാണ് പണം എത്തിയത്. ആലപ്പുഴ ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയിൽ ഡയാലിസിസ് ചെയ്യുന്നതിനിടയിൽ വിറയലും ഛർദിയും ഉണ്ടായതിനെ തുടർന്ന് മറ്റ് ആശുപത്രികളിലേക്ക് മാറ്റിയവരിൽ 2 പേർ 2 ദിവസത്തിനിടയിൽ മരിച്ചു. അണുബാധയേറ്റതാണ് മരണകാരണമെന്ന ആരോപണവുമായി മരിച്ചവരുടെ ബന്ധുക്കൾ രംഗത്ത് വന്നു. വിഷയത്തിൽ ആരോഗ്യവകുപ്പ് റിപ്പോർട്ട് തേടി. ഹരിപ്പാട് താലൂക്ക് ആശുപത്രിയിൽ ഇക്കഴിഞ്ഞ 29-ന് ഡയാലിസിസ് ചെയ്ത 6 പേർക്കാണ് ശാരീരിക അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടത്. ഇതിൽ 2 പേരാണ് 2 ദിവസങ്ങളിലായി മരിച്ചത്. ഒരാൾ ചികിത്സയിൽ തുടരുകയാണ്. ഓട്ടോറിക്ഷ ഡ്രൈവർ കായംകുളം പുതുക്കാട് വടക്കേതിൽ മജീദ്, ഹരിപ്പാട് പട്ടണത്തിലെ പച്ചക്കറി വ്യാപാരി വെട്ടുവേനി ചാക്കനാട്ട് രാമചന്ദ്രൻ എന്നിവരാണ് മരിച്ചത്. ദേഹാസ്വാസ്ഥ്യത്തെ തുടർന്ന് വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടിയ മജീദ് ഇക്കഴിഞ്ഞ 30-നാണ് മരിക്കുന്നത്. രാമചന്ദ്രൻ ബുധനാഴ്ച രാവിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചും മരണപ്പെട്ടു. ഡയാലിസിസിനിടെ അണുബാധയുണ്ടായതാണ് മരണകാരണമെന്ന് രാമചന്ദ്രന്റെ കുടുംബം ആരോപിച്ചു. ഇവിടെ ഹരിപ്പാട് ഹോസ്പിറ്റലിൽ ഡോക്ടർമാരോ നല്ലൊരു ഡോക്ടറോ ഇല്ല, ഒന്നുമില്ല. ഒരു ഇതില്ലാത്ത വീറും വൃത്തിയില്ലാതെ കിടക്കുക. ഡയാലിസിസ് റൂമിൻ്റെ അകത്തൊരു ചെരിപ്പിട്ടുകൊണ്ടൊക്കെ അവിടുത്തെ സ്റ്റാഫുകൾ കയറുന്നത്. അങ്ങനെയൊക്കെ ഇത്രയും കുഴപ്പം പറ്റിപ്പോയത്. എത്രയോ ജനങ്ങൾ സാധാരണപ്പെട്ടവനൊന്നും പോകാൻ പറ്റാത്ത ഹോസ്പിറ്റലല്ല ഇപ്പോൾ ഹരിപ്പാട് ഹോസ്പിറ്റൽ. അത് നേരത്തെയൊക്കെ നല്ല നല്ല ഡോക്ടർമാരിരുന്നതാണ്. ഇപ്പം മൊത്തം പഠിക്കുന്നവരെ കൊണ്ട് നിർത്തിയേക്കുക. സൂപ്രണ്ടിന് പരാതി കൊടുത്ത് ഇനിയിപ്പം അതിന്റെ മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും എല്ലാം പരാതി കൊടുക്കുക. എന്താ നാളെ ഒരു മനുഷ്യന് ഈ ഒരു അവസ്ഥ വരരുത്. അസ്വസ്ഥത അനുഭവപ്പെട്ടവരിൽ ഒരാൾ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. വിഷയത്തിൽ ആരോഗ്യവകുപ്പ് റിപ്പോർട്ട് തേടി. രമേശ് ചെന്നിത്തലയുടെ പരാതിയിലാണ് ആരോഗ്യവകുപ്പ് റിപ്പോർട്ട് തേടിയത്. അതേസമയം ഡയാലിസിസ് ഉപകരണങ്ങൾ, വെള്ളം എന്നിവ പരിശോധിച്ചുവെന്നും അവ അണുവിമുക്തമാണെന്നും വീണ്ടും വിദഗ്ധ പരിശോധന നടത്തുമെന്നും ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ അരുൺ ജേക്കബ് അറിയിച്ചു. സംഭവത്തിൽ ദുരൂഹത നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കൂടുതൽ അന്വേഷണത്തിനൊരുങ്ങുകയാണ് ആരോഗ്യവകുപ്പ്. അമൃത ന്യൂസ്, ആലപ്പുഴ. ശബരിമലയിൽ കുട്ടികൾക്ക് കൂടുതൽ സമയം ക്യൂവിൽ നിൽക്കേണ്ടി വരുന്നത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്ന് സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ. ഇത് സംബന്ധിച്ച് പരാതികൾ ലഭിച്ചെന്നും കുട്ടികൾക്ക് പ്രത്യേക ക്യൂ ഉൾപ്പെടെ നിർദ്ദേശങ്ങൾ നൽകുമെന്നും സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ KV മനോജ് കുമാർ പറഞ്ഞു. കമ്മീഷന് കിട്ടിയ ഒരു പരാതി ഉണ്ടായിരുന്നു. അതിൽ കുട്ടികൾ കൂടുതൽ നേരം ക്യൂവിൽ നിൽക്കേണ്ടി വരികയും കുട്ടികൾക്ക് ഒരുപാട് പ്രയാസങ്ങളുണ്ട് എന്നുള്ള നിലയിലുള്ള ഒരു പരാതി ഉണ്ടായിരുന്നു. അത് പ്രായോഗികമായിട്ട് എന്താണ് അതിൻ്റെ പ്രശ്നമെന്ന് നേരിട്ട് മനസ്സിലാക്കേണ്ടതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരമൊരു സന്ദർശനം നടത്തിയിട്ടുള്ളത്. ഇന്നലെ ഞങ്ങൾ പമ്പയിൽ വൈകുന്നേരം എത്തി. അവിടെയുള്ള അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ഞങ്ങൾ ഇന്നലെ മനസ്സിലാക്കിയിരുന്നു. കുട്ടികൾക്ക് കയ്യിൽ ടാഗ് കെട്ടിക്കൊടുക്കുന്നുണ്ട്.
അതൊക്കെ ശബരിമലയിൽ വൻ ഭക്തജന തിരക്കാണ്. മകരവിളക്ക് സീസൺ ആരംഭിച്ചതോടെ അയ്യപ്പ സന്നിധിയിലേക്ക് ഭക്തജന പ്രവാഹമാണ്. ഏറെ നേരം ക്യൂ നിന്ന ശേഷമാണ് ഭക്തർക്ക് അയ്യപ്പ ദർശനം സാധ്യമാകുന്നത്. അന്യസംസ്ഥാനങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകരാണ് കൂടുതലായി എത്തുന്നത്. സന്നിധാനത്ത് നിന്നും സുധീഷ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ശബരിമലയിൽ കഴിഞ്ഞ ദിവസങ്ങളായി തുടരുന്ന തിരക്ക് ഇപ്പോഴും മാറ്റമില്ലാതെ തന്നെ ആ തിരക്ക് അതുപോലെ തന്നെ തുടരുകയാണ്. പലയിടങ്ങളിലും മണിക്കൂറുകൾ ക്യൂ നിന്നാണ് അയ്യപ്പന്മാർ ദർശനം നടത്താനായി എത്തുന്നത്. ഇത് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തുന്ന അയ്യപ്പന്മാരെ ഉൾപ്പെടെ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. മറ്റൊന്ന് കൊച്ചുകുട്ടികളുടെ കാര്യമാണ്. കുഞ്ഞുങ്ങൾ ഏറെ നേരം ക്യൂവിൽ നിന്ന് വേണം അയ്യപ്പ ദർശനം നടത്തേണ്ടത്. അത്തരമൊരു സാഹചര്യമുണ്ട്. ഈ വെയിൽ കൂടി നിൽക്കുന്ന ഈ സാഹചര്യം, ചൂട് കൂടി നിൽക്കുന്ന സമയത്തും ഒക്കെ തന്നെ ഈ ഇത്തരത്തിൽ മണിക്കൂറുകൾ ക്യൂ നിന്ന് കുട്ടികളും അല്ലെങ്കിൽ മുതിർന്നവരും ഒക്കെ കുഴഞ്ഞു വീണ് ഇവിടെ നിന്നും മടങ്ങേണ്ട സാഹചര്യം, അടിയന്തര ഘട്ടങ്ങളിൽ അവർക്ക് ആശുപത്രി സംവിധാനങ്ങളൊക്കെ ഒരുക്കേണ്ട ഒരു സാഹചര്യത്തിലേക്കുമൊക്കെ സ്ഥിതികൾ എത്താറുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇതിനകത്ത് കൃത്യമായ ഒരു ഇടപെടൽ ഉണ്ടാകുന്നതെന്ന് ഭക്തരുടെ ഭാഗത്തു നിന്നുള്ള നിർദ്ദേശങ്ങളും വരുന്നത്. പ്രധാനമായിട്ടും കുട്ടികളുടെ കാര്യത്തിലാണ്. കുഞ്ഞുങ്ങൾ ഏറെ നേരം ക്യൂ നിന്ന് അവർക്ക് സന്നിധാനത്തേക്ക് എത്തുമ്പോൾ അവർ വളരെ ക്ഷീണിതരായി കുഴഞ്ഞു പോകുന്നു. ആ ഒരു സാഹചര്യം ഒഴിവാക്കാൻ കുഞ്ഞുങ്ങൾക്ക് ഒരു പ്രത്യേക സംവിധാനം ഏർപ്പെടുത്തണം ശബരിമലയിൽ എന്നൊരു പരാതി അല്ലെങ്കിൽ അങ്ങനെ ഒരു ആവശ്യം ബാലാവകാശ കമ്മീഷൻ ചെയർമാനിലേക്ക് എത്തുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ശരി, സുധീഷാണ് വിശദാംശങ്ങൾ നൽകിയത്. മറ്റു വാർത്തയിലേക്ക്. ബംഗ്ലാദേശുമായുള്ള ബന്ധത്തിൽ നിർണായക നീക്കവുമായി ഇന്ത്യ. അന്തരിച്ച ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ബീഗം ഖാലിദ സിയയുടെ മകൻ താരിഖ് റഹ്മാൻ നയിക്കുന്ന ബംഗ്ലാദേശ് നാഷണൽ പാർട്ടിക്ക് ഇന്ത്യ പിന്തുണ അറിയിച്ചു. ഖാലിദ സിയയുടെ നിര്യാണത്തിൽ ഇന്ത്യ കൈമാറിയ അനുശോചന കുറിപ്പിലാണ് ഇന്ത്യ നിലപാട് വ്യക്തമാക്കിയത്. ഖാലിദ സിയയുടെ നിര്യാണത്തിൽ നൽകിയ അനുശോചന കുറിപ്പിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിലപാട് വ്യക്തമാക്കിയത്. ഖാലിദ സിയയെ അപൂർവമായ നിശ്ചയദാർഢ്യമുള്ള നേതാവെന്ന് വിശേഷിപ്പിച്ച മോദി ഖാലിദ സിയയുടെ ആശയങ്ങൾ തുടരാൻ BNPക്ക് കഴിയട്ടെ എന്ന് പ്രത്യാശ പ്രകടിപ്പിച്ചു. വിദേശകാര്യമന്ത്രി S ജയശങ്കർ മുഖേനയാണ് നരേന്ദ്രമോദി BNP ആക്ടിംഗ് ചെയർമാൻ താരിഖ് റഹ്മാന് കഴിഞ്ഞ ദിവസം കത്ത് കൈമാറിയത്. S ജയശങ്കർ ധാക്കയിൽ നേരിട്ടെത്തിയാണ് പ്രധാനമന്ത്രിയുടെ ഈ സന്ദേശം കൈമാറിയത്. കഴിഞ്ഞ ഓഗസ്റ്റിൽ ഷെയ്ഖ് ഹസീനയെ പുറത്താക്കിയതിനു ശേഷം ആദ്യമായാണ് ഒരു കേന്ദ്രമന്ത്രി ബംഗ്ലാദേശ് സന്ദർശിക്കുന്നത്. ഈ സന്ദർശനം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിലെ സങ്കീർണമായ ഒരു ഘട്ടത്തിലാണ് നടക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്. ബംഗ്ലാദേശിലെ ഹൈന്ദവ ന്യൂനപക്ഷങ്ങൾക്കെതിരായ ആക്രമണങ്ങളും മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്ക് ഇന്ത്യ അഭയം നൽകിയതും ഉഭയകക്ഷി ബന്ധത്തിൽ വിള്ളലുകൾ വീഴ്ത്തിയിട്ടുണ്ട്. ഹസീനയെ വിട്ടുനൽകണമെന്ന ധാക്കയുടെ ആവശ്യം ശക്തമായി നിലനിൽക്കുമ്പോൾ തന്നെ അവർക്ക് ഇന്ത്യയിൽ പൊതുപ്രവർത്തനത്തിന് അനുമതി നൽകുന്നതിനെതിരെ ബംഗ്ലാദേശിൽ പ്രതിഷേധമുണ്ട്. ഈ പശ്ചാത്തലത്തിൽ നടന്ന ജയശങ്കറിന്റെ 4-5 മണിക്കൂർ നീണ്ട സന്ദർശനത്തിൽ ഇടക്കാല സർക്കാർ മുഖ്യ ഉപദേഷ്ടാവ് മുഹമ്മദ് യൂനുസുമായി കൂടിക്കാഴ്ച നടന്നില്ല എന്നതും ശ്രദ്ധേയമാണ്. ഹൈന്ദവ സമൂഹത്തിനെതിരായ ആക്രമണങ്ങളിൽ ഇന്ത്യക്കുള്ള കടുത്ത ആശങ്കയാണ് ജയശങ്കറിന്റെ ദ്രുതഗതിയിലുള്ള മടക്കത്തിന് പിന്നിലെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. 2025 ഏപ്രിലിൽ ബാങ്കോക്കിൽ വെച്ചും 2024 ഡിസംബറിൽ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി ധാക്ക സന്ദർശിച്ചപ്പോഴും മാത്രമാണ് മുഹമ്മദ് യൂനുസുമായി ഇന്ത്യ ഇതിനു മുൻപ് ഉന്നതതല ചർച്ചകൾ നടത്തിയത്. ന്യൂസ് ഡെസ്ക് അമൃത TV. സ്വിറ്റ്സർലൻഡിൽ പുതുവർഷ ആഘോഷത്തിനിടയിൽ സ്ഫോടനം. നിരവധി പേർ കൊല്ലപ്പെട്ടു. ക്രാൻസ് മൊണ്ടാന ബാറിലാണ് സ്ഫോടനത്തിന് പിന്നാലെ തീപിടുത്തവും ഉണ്ടായത്. സ്ഫോടനം നടക്കുന്ന സമയത്ത് 100ഓളം പേർ ബാറിൽ ഉണ്ടായിരുന്നതായി പോലീസ് പറഞ്ഞു. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. കായിക വാർത്തകൾ നോക്കാം. 2026 കായിക പ്രേമികൾക്ക് ആവേശത്തിൻ്റെ വർഷമാണ്. ഫുട്ബോൾ, ക്രിക്കറ്റ് ലോകകപ്പുകൾ മുതൽ ഏഷ്യൻ ഗെയിംസ് വരെ ഇടവേളകൾ ഇല്ലാതെയാണ് മത്സരങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. പ്രധാന ഇവൻറ്റുകളിൽ ഇറ്റലിയിലെ മിലാൻ കോർട്ടിന വിന്റർ ഒളിമ്പിക്സ് ഫെബ്രുവരിയിൽ നടക്കും. US, കാനഡ, മെക്സിക്കോ എന്നിവിടങ്ങളിലെ ഫിഫ പുരുഷ ലോകകപ്പ് ഫുട്ബോൾ മത്സരം ജൂൺ, ജൂലൈ മാസത്തിലാണ് നടക്കുന്നത്. ഗ്ലാസ്ഗോയിലെ കോമൺവെൽത്ത് ഗെയിംസ് ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളാണ്. ഇന്ത്യയിലും ശ്രീലങ്കയിലും നടക്കുന്ന പുരുഷ T20 ലോകകപ്പും ഈ വർഷം ഫെബ്രുവരി, മാർച്ച് മാസത്തിൽ നടക്കും. ഒക്ടോബർ 31 മുതൽ നവംബർ 13 വരെയാണ് സെനഗലിലെ ഡാഗറിൽ യൂത്ത് ഒളിമ്പിക്സ് നടക്കുക. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തയ്ക്കായി അമൃത ന്യൂസ് യൂട്യൂബ് കാണുക.